ഈ ബജറ്റ് എന്താണ് മോദി ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥമായ സ്വഭാവമെന്ന് വിളിച്ചറിയിക്കുന്നുണ്ട്. ആ സ്വഭാവം വാഗ്ദത്ത ലംഘനത്തിൻ്റെതാണ്. ഒന്ന് പറയും, വേറൊന്ന് ചെയ്യും. വടക്കോട്ട് പോകുന്നു പറയും, പക്ഷേ മോദി ഗവൺമെൻറ്, BJP ഗവൺമെൻറ്, RSS ഗവൺമെൻറ് വടക്കോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അത് തെക്കോട്ടേ പോകും. അത് പുതിയ കാര്യമല്ല. ഈ ബജറ്റും അത് വ്യക്തമാക്കിയിരിക്കുന്നു. അവർ കൊട്ടിക്കൊഴിച്ച് വിളിച്ചു പറഞ്ഞത് ഈ ബജറ്റ് യുവശക്തി ബജറ്റാണെന്നാണ്. എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ യുവശക്തി ബജറ്റ് എന്ന് വിളിക്കപ്പെട്ട ഈ ബജറ്റിനകത്ത് തൊഴിലില്ലായ്മയ്ക്കെതിരായി തൊഴിലവസരം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി കാണേണ്ടതാണ്. അതൊന്നുമില്ല. തൊഴിലില്ലായ്മ 45% വർദ്ധിച്ചിരിക്കെ നിർമ്മലാ സീതാരാമൻ്റെ യുവശക്തി ബജറ്റിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി, അവർക്ക് തൊഴിലുണ്ടാക്കാൻ വേണ്ടി ഒരു പദ്ധതിയുമില്ല. ഈ ബജറ്റ് അദാനി അംബാനി ബജറ്റാണ്. ഇത് കോർപ്പറേറ്റ് വിധേയത്വ ബജറ്റാണ്. BJPയുടെ ബജറ്റ് എല്ലാ പ്രകാരത്തിലും ജനങ്ങളെ മറക്കുന്ന ബജറ്റാണ്. ഏറ്റവും അധികം വിവേചനത്തിന് പാത്രമായത് കേരളമാണ്. കേരളം മാത്രമല്ല, കേരളം പോലെയുള്ള അവർക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാ സംസ്ഥാനങ്ങളും ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ്റെ ഇരയായിരിക്കുന്നു. അതുകൊണ്ട് വിവേചനത്തിനെ രാഷ്ട്രീയ ജാട കൊണ്ടും രാഷ്ട്രീയ വാക്താവടി കൊണ്ടും മൂടിവെക്കാനുള്ള സാമർഥ്യം ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇവിടെ വീണ്ടും കാണിച്ചിരിക്കുന്നു. അവർ വളരെ കാര്യമായിട്ട് എപ്പോഴും പറയുന്നത് വിശ്വാസികളെ പറ്റിയൊക്കെയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ, തീർത്ഥാടക സൗകര്യം, ഇതൊക്കെ പറയും. അതിനുവേണ്ടി മോദി ഗവൺമെൻറ് പിൽഗ്രിം ടൂറിസം നയമായി പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പിൽഗ്രിം കേന്ദ്രങ്ങളാണ് ശബരിമല, ഗുരുവായൂർ, വൈക്കം തുടങ്ങി തെക്കും വടക്കുമല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിൽഗ്രിം സെൻറ്റേഴ്സ് കേരളത്തിൽ. ഗവൺമെൻറ് പറഞ്ഞ ഈ പിൽഗ്രിം ഇടനാഴികളിലൊന്നും കേരളം സ്ഥലം പിടിച്ചില്ല. ശബരി റെയിലില്ല, സൗകര്യങ്ങളൊന്നും പുതുതായിട്ടില്ല. കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെയും തീർത്ഥാടകരെയും പാടെ മറന്ന BJPയും കേന്ദ്ര ഗവൺമെൻറ്റും വോട്ടുകാരും വരുമ്പോൾ മാത്രം ദൈവങ്ങളെപ്പറ്റി പറയും. ദൈവവും വിശ്വാസവും അടക്കം എല്ലാം BJPക്ക് വോട്ടിൻ്റെ മാത്രം കാര്യമാണ്. വോട്ട് കഴിയും വരെ പറയും ദൈവം. കാര്യം വരുമ്പോൾ വർത്തമാനം മാത്രമെല്ലാം പൊള്ളാം. BJP പാലം കിടക്കുവോളം നാരായണകെന്ന് പറയും. പാലം കടന്നാൽ BJP പറയുന്നത് കൂരായണകെന്നാണ്. ബജറ്റും ആ കാര്യം വ്യക്തമാക്കി. ഞാൻ എണ്ണി പറയാം. കേരളത്തിൻ്റെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, വിഴിഞ്ഞം തുറമുഖം എന്നപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള തുറമുഖത്തിൻ്റെ വളർച്ച പൂർത്തിയാക്കണമെങ്കിൽ അവിടെ വന്നെടുക്കുന്ന കണ്ടെയ്നേഴ്സ് വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ വേണ്ടിയുള്ള ഒരു റെയിൽവേ സിസ്റ്റം വേണം. അത് വിഴിഞ്ഞത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുണ്ടാകുമെന്നാണ് പറഞ്ഞത്. ബജറ്റിൽ പക്ഷേ അതൊന്നുമില്ല. ഒരു വ്യവസായ കോറിഡോർ, ഇത് പലപ്പോഴും പറഞ്ഞ കേട്ട കാര്യമാണ്, പരിഗണിക്കാമെന്ന് കേന്ദ്രം പറഞ്ഞ കാര്യമാണ്, കേരള സർക്കാർ ആവശ്യപ്പെട്ട കാര്യമാണ്.
പക്ഷെ ഇൻഡസ്ട്രിയൽ കോറിഡോറിലും കേരളമില്ല. ബോംബെ പൂനെ എന്നല്ല ഞാൻ കേട്ടു വിജയപ്രസംഗത്തിൽ. ബോംബെ പൂനെ എന്നൊക്കെ പറയുമ്പോഴും അതിന് വെറും പറച്ചിലല്ല, അവിടെയൊക്കെ രാഷ്ട്രീയമുണ്ട്. ബി ജെ പിക്ക് ഇഷ്ടപ്പെട്ട സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ, ബി ജെ പിയുടെ പെറ്റ് സ്റ്റേറ്റ്സ്. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും. ബോംബെ ആയാലും പൂനെ ആയാലും എവിടെയായാലും കൊടുക്കും. അവർക്ക് രാഷ്ട്രീയ കാരണത്താൽ ഇഷ്ടപ്പെടാത്ത ഗവൺമെൻറ്റുണ്ട്, കേരളം പോലെയുള്ള. അവിടെയെല്ലാം വാചകം മാത്രം. ഈ ബജറ്റിലും ആ കാര്യം വീണ്ടും തെളിഞ്ഞിരിക്കുന്നു.